അല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിനെ പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തഖ്വ പഠിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത രീതി പഠിക്കണം. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഭയഭക്തിയും പഠിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ മഹാനവരുടെ ഒരു സ്വഭാവം, എല്ലാ ദിവസവും രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ സഞ്ചരിക്കും. നമ്മളെ കുട്ടികൾ വെച്ചതുപോലെ കളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തല്ല, വേറെന്തെങ്കിലും കോപ്പരാട്ടി കാണിക്കാനുള്ള നടത്തമല്ല. പിന്നെന്തിനാ നടക്കുന്നത്? ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാനുള്ള നടത്തമാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള നടത്തമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചപ്പോൾ അതാ ഒരു സ്ഥലത്തുനിന്ന് തീ ഇങ്ങനെ കത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ തീ കത്തിക്കുന്ന ഭാഗത്തേക്ക്, തീ കണ്ട ഭാഗത്തേക്ക് പോവുകയാണ്. പാതിരാ സമയത്ത് അവിടെ ഒരു പ്രാകൃത കോലത്തിലുള്ള ഒരു മനുഷ്യൻ, ഒരു അറാബി, അവിടെ ഇങ്ങനെ ഇലകൾ കൂട്ടിയിട്ട് തണുപ്പിന് തീ കായുന്നത് പോലെ തീ ഇങ്ങനെ കത്തിച്ചിട്ട് അതിന്റെ അടുക്കലിരുന്ന തീ കത്തി പിന്നെയും പിന്നെയും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോയി അയാളോട് സലാം പറഞ്ഞു. അയാൾ വഅലൈക്കുമുസ്സലാം സലാം മടക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തിനാണ് ഇവിടെ തീ കത്തിക്കുന്നത്? ഖലീഫയാണെന്നോ ഉമറാണെന്നോ അയാൾക്ക് അറിഞ്ഞുകൂടാ. അയാൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മെയിൻ്റെ ചെയ്യാണ്ട് പിന്നെയും തീ കത്തിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി ചോദിച്ചു, അല്ല സഹോദരാ, നിങ്ങൾ എന്തിനാണ് തീ കത്തിക്കുന്നതെന്നല്ലേ ചോദിച്ചത്? അയാൾ പരുഷമായിട്ട് ഒന്നുകൂടി നോക്കുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ചോദിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് പറയാ, കാര്യമില്ലെങ്കിലും പറയാ, ഞാനും എന്റെ ഭാര്യയും 2 മലകൾക്കപ്പുറമാണ് താമസിക്കുന്നത്, 2 പർവ്വതങ്ങൾക്കപ്പുറമാണ് താമസിക്കുന്ന ഒരു കുഗ്രാമമാണ്. വേലയില്ല, പണിയില്ല, കൂലിയുമില്ല. ഉമറിന്റെ ഗവൺമെന്റ് മദീനയിൽ നിന്ന് നൽകുന്ന റേഷനുണ്ട്, മാസത്തിൽ നൽകുന്ന റേഷൻ, അതുകൊണ്ടാണ് അല്പമെങ്കിലും ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ റേഷനൊക്കെ കഴിഞ്ഞൊരവസ്ഥയിലാണ് ഉള്ളത്. ഭാര്യ പ്രസവിക്കാൻ എടുത്തിട്ടുണ്ട്, പൂർണ്ണ ഗർഭിണിയാണ്. അവള് പ്രസവിച്ചാ പിന്നെ എനിക്ക് വന്നിട്ട് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഭാര്യയെയും കൂട്ടിയിട്ട് പറ്റുമെങ്കിൽ മദീനയിലെത്തിയിട്ട് ഖലീഫയെ തന്നെ ഒന്ന് മുഖം കാണിക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് വിഷയം പറഞ്ഞിട്ട് അടുത്ത മാസത്തെ റേഷൻ കൂടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഖൈമ എന്ന് പറഞ്ഞിട്ട് ആവശ്യം വന്നാൽ നിവർത്തി കെട്ടുന്ന, അല്ലെങ്കിൽ കക്ഷത്തിൽ ചുറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. വിശപ്പാടെങ്കിൽ സഹിച്ചുകൂടാ. മല ഇങ്ങനെ കയറി വന്നതിനാലോ എന്തോ ഇവിടെ ഒന്നും വേറെ വീടുകളൊന്നും കാണുന്നുമില്ല. ഈ പരിസരം എനിക്ക് അത്ര വലിയ പരിചയവും പോരാ. ഇവിടെ എത്തിയ ഭാര്യക്ക് എന്തോ ഒരു അസ്വസ്ഥത, പ്രസവ വേദനയാണെന്നാ തോന്നുന്നത്. ഉടനെ ഖൈമ നിവർത്തിയിട്ട് ഞാൻ എന്റെ പെണ്ണിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖൈമയിലേക്ക് നോക്കുന്നത്. അവിടെ ഒരു ഖൈമയുണ്ട്. ഞാൻ എന്തിനാ തീ കത്തിച്ചതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇവിടെ ഒന്നും പരിസരത്തൊരു വീട് കാണുന്നില്ല. ദൂരെ പോയി എന്തെങ്കിലും സഹായം കൊണ്ടുവരാൻ ഭാര്യനെ തനിച്ചാക്കി പോകാനും പേടിയാവുകയാണ്. പക്ഷെ ഇതൊരു വഴിയാത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്, യാത്രാ സംഘം പോകുന്ന ഇടമാണെന്ന് മനസ്സിലാക്കി അവരെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇലകൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത്. അറബികൾ അന്നത്തെ ഒരു സ്വഭാവമാണ്. കുറെ സമയങ്ങളായി തീ കത്തിക്കുന്നു, പക്ഷേ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം വന്നത് ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് തന്ന് സഹായിക്കേണ്ട കോലത്തിലുള്ള ഫക്കീറിന്റെ കോലത്തിലുള്ള നിങ്ങളാണ്, അതുകൊണ്ടാ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനോട് പറയുന്ന, സഹോദരാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും, മാറല്ലേ, ഞാൻ ഇപ്പോൾ വരാ. എത്രയോ ദൂരമുണ്ട് മസ്ജിദുൻ നബവിയുടെ അടുക്കലേക്ക്, തങ്ങളെ വീട്ടിന്റെ അടുക്കലേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് നടക്കല്ല, ഓടുകയാ. പോയിട്ട് കതകിന് മുട്ടുന്നു. പാതിരാ സമയത്ത് ചെറുപ്പക്കാരിയായ ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ കതക് തുറക്കുന്നു. മർഹബാ അഹ്ലൻ വസഹ്ലാ. ഇന്ന് ഭർത്താവായ അമീറുൽ മുഅ്മിനീൻ നേരത്തെയാണല്ലോ എന്ന നിലക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പറയുന്ന, പെണ്ണേ, ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല, പാതിരാ സമയത്ത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ച് പടച്ച റബ്ബ് നമ്മെ മാടി മാടി വിളിക്കുന്നുണ്ട്, പോരുമോ നീ എന്റെ കൂടെ? പെട്ടെന്ന് ഒരുങ്ങാൻ പറയുകയാണ്.
ഗോഡൌൺ തുറക്കുകയാണ്, ഒരൽപ്പം ഒലീവിന്റെ എണ്ണ എടുക്കുകയാണ്, ഈത്തപ്പഴം എടുക്കുകയാണ്, ഗോതമ്പിന്റെ പൊടി എടുക്കുകയാണ്. ഇതെല്ലാം ഒരു ചുമടായ ഖലീഫ ചുമരിൽ വെക്കുമ്പോ മഹദി പറയുന്നു, ഞാൻ പിടിച്ചോളാം അമീറുൽ മുഅ്മിനീൻ, വേണ്ട നീ എന്റെ പിന്നാലെ വന്നാൽ മതി. ഭാര്യയുള്ളത് കൊണ്ട് പെണ്ണായത് കൊണ്ടും പരമാവധി സ്പീഡിൽ തന്നെ നടന്നു. അവിടെ എത്തിയിട്ട് തീ കത്തിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ എത്തിയിട്ട് അതാ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, നിന്നെ പോലോത്തൊരു പെണ്ണാ ടെന്റിൽ നിന്ന് ഹൈമയിൽ നിന്ന് പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, നീ അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കൂ. ഞാൻ അപ്പാവപ്പെട്ട മനുഷ്യന് റൊട്ടി ചുട്ടു കൊടുക്കട്ടെ. വെള്ളമെടുത്തു കൊണ്ടുവന്നു, പൊടിയങ്ങ് കുഴച്ചു, കല്ലിന്റെ മേലെ വെച്ചിട്ട് അറാബി കത്തിച്ച തീക്ക് ഇങ്ങനെ കാണിച്ചിട്ട് റൊട്ടി ചുടുകയാണ്. ഈ റൊട്ടി ചുട്ടിട്ട് പാത്രത്തിലേക്ക് വെച്ച് എണ്ണ പുരട്ടിയിട്ട് അതിന്റെ മേലെ ഈത്തപ്പഴവും വെച്ചിട്ട് അറാബിക്ക് നീട്ടിയിട്ട് പറയുന്നു, കഴിക്ക് സഹോദരാ, വിശപ്പകറ്റൂ. ഇയാൾ ആർത്തിയോട് ഇരുന്ന് വാങ്ങി വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തിന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ റൊട്ടി ഇടാനുള്ള ശ്രമത്തിലാണ്. പകുതി ഭാഗം റൊട്ടി ഉള്ളിലേക്ക് പോയപ്പോൾ വിശപ്പൊരൽപ്പം അടങ്ങിയപ്പോൾ ഇയാൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്തൊരു മനുഷ്യനാണ്, ഈ പാതിരാക്ക് ഭാര്യനെയും കൂട്ടി വന്ന ഈ മനുഷ്യൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ, എന്റെ വിഷമത്തിന്റെ ഇടയിൽ ഇയാൾ ആരാന്ന് അന്വേഷിച്ചില്ലല്ലോ. റൊട്ടി തിന്നുന്നതിന്റെ ഇടയിൽ ഇയാൾ ചോദിക്കുകയാണ് അമീറുൽ മുഅ്മിനീനായ തങ്ങളോട്, അല്ല സഹോദരാ, ഭാര്യയും കൂട്ടി വന്ന് നിങ്ങൾ എനിക്ക് ഖിദ്മത്ത് ചെയ്യാണ്, എന്റെ വിഷമം നിങ്ങളോട് അവതരിപ്പിക്കുന്നതിന്റെ ഇടയില് നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഞാനൊരടിമയാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ അടിമ എന്നുള്ള അർത്ഥത്തിലാ പറഞ്ഞത്. എല്ലാവരും അള്ളാന്റെ അടിമയാണല്ലോ, ഞാനൊരടിമയാണ്. അപ്പൊ ഈ അറാബിന്റെ ശക്തമായ ഒരു ചോദ്യം, അല്ല ഈ അടിമകൾക്ക് രാത്രി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അടിമകൾക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ, നിങ്ങൾ എങ്ങനെയാ പുറത്തിറങ്ങിയത്? ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, എന്റെ യജമാനൻ വളരെ നല്ലവനാണ്, ഏത് പാതിരാ സമയത്താണെങ്കിലും ഹൈറായ പ്രവർത്തനത്തിനാണെങ്കിൽ പുറത്തിറങ്ങാനും ഉറക്കമൊഴിയാനും എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അപ്പൊ ഈ അറാബി പറയും, നിങ്ങളെ യജമാനൻ വളരെ നല്ലവനാണല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അതെ, എന്റെ യജമാനനെ പോലെ നല്ല ഒരു യജമാനൻ ലോകത്ത് വേറെയില്ല. അള്ളാഹിനെ പോലെ വലിയ യജമാനനുണ്ടോ? ഈ അറാബി ചോദിക്കുന്നല്ല, നിങ്ങളെ നാടെവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മക്കക്കാരനാണ്. നിങ്ങൾ എങ്ങനെയാ മദീനത്തെത്തിയത്? എന്റെ യജമാനൻ പറഞ്ഞിട്ട് മാറി താമസിച്ചതാണ്. നിങ്ങൾ മദീനയിലെത്തിയിട്ട് കൊല്ലം എത്രയായി? 10-20ഓളം കൊല്ലമായി. അപ്പൊ ഇയാള് ചോദിക്കുന്നല്ല, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, ഉണ്ട്. നിങ്ങൾ വിശ്വാസിയായിട്ട് തന്നെ മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. മുസ്ലിമായിട്ട് തന്നെ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അറഹാബിക്ക് ഒരു സന്തോഷം, നിങ്ങൾ സ്വഹാബിയാണ് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വഹാബിയാണ്. പിന്നെ ഇയാൾ റൊട്ടി ചുട്ടുകൊണ്ട് ചോദിക്കും, നല്ല സഹോദരാ, നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ പരിചയമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, പരിചയമുണ്ട്. ഉടനെ അറാബി പറയുന്നു, എനിക്ക് ഖലീഫയെ പരിചയമില്ല, കണ്ടിട്ടില്ല. എന്റെ നാട്ടുകാരൊക്കെ പറയുന്ന മൂക്കത്ത് ചുണ്ടിയുള്ള ആളാണെന്നാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണെന്നാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വെട്ടുന്ന ആളാണെന്നാ പറഞ്ഞു കേൾക്കാറുള്ളത്. ഞാൻ ഇതുവരെ ആളെ കണ്ടിട്ടില്ല, പരിചയമില്ല. ഞങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ, നിങ്ങൾക്ക് ഖലീഫയെ പരിചയമുണ്ടല്ലോ. ഒന്നുകിൽ ഭാര്യ സുഖം പ്രാപിക്കും, അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കും. ഏതായാലും വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ പട്ടിണിയാണ്. ഞാൻ റേഷൻ വാങ്ങാതെ തിരിച്ചു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നാളെ മദീനത്തെത്തിയാൽ ഖലീഫയെ കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടാലും ഇല്ലെങ്കിലും എന്റെ കാര്യം സാധിക്കണമല്ലോ. ഞങ്ങളെ കാര്യം നിങ്ങൾ അമീറുൽ മുഅ്മിനീനായ ഖലീഫയോടൊന്ന് റെക്കമെൻഡ് ചെയ്യുമോ? ഞങ്ങളെ കാര്യം നിങ്ങളൊന്ന് അവതരിപ്പിക്കുമോ? ഉമർ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, യസ്തഖ്ബിലുൻ നാറ ഖൗഫൻ നാരി ഫീ ഗദീ والعين من خشية سالت معقيها. ആഖിറത്തിലുള്ള തീ പേടിച്ച് അറാബിന്റെ മുമ്പിൽ പാതിരാ സമയത്ത് തീങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, വഖദ് തഖല്ലല ഫീ അസ്നാഇ ലിഹ്യതിഹി മിൻഹാ الدخان وفوه غاب فيها. താടി
രോമത്തിലൂടെ വെണ്ണീര് പാറിക്കൊണ്ടിരിക്കുന്നു, പുക ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഖലീഫ ചിന്തിക്കുന്ന അല്ലാഹ്, ഞാൻ എത്ര ലളിതമായ മനസ്സോട് എത്ര കാരുണ്യമുള്ള പ്രവർത്തനം നടത്തിയാലും എത്ര സോഫ്റ്റായി ജനങ്ങളോട് ഇടപെട്ടാലും പറയുന്നത് കേട്ടു ഞാനൊരു പേടിപ്പെടുത്തുന്ന ആളാണെന്നാണ്. ജനങ്ങൾക്ക് എന്നോടുള്ള പേടി പോകുന്നില്ലല്ലോ അല്ലാഹ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന നിലക്ക് എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണേ എന്ന് പറഞ്ഞ് പിന്നെയും ഒട്ടിച്ചോടുകയാണ്. ഈ ആറാബി ഉമർന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൈമയുടെ കർട്ടൻ മാറ്റിയിട്ട് ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ വിളിക്കുന്നത്, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ. അങ്ങയുടെ സഹോദരൻ, അങ്ങയുടെ സുഹൃത്ത്, ഒരു ആൺകുട്ടിയുടെ ബാപ്പയാ എന്ന സന്തോഷം അറിയിക്കൂ. അങ്ങയുടെ സഹോദരന്റെ ഭാര്യ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന സന്തോഷം അറിയിക്കൂ. ആൺകുട്ടി ജനിക്കൽ സന്തോഷം തന്നെ, പെൺകുട്ടിയും സന്തോഷം തന്നെ. പക്ഷെ അക്കാലം എന്ന് പറയുന്നത് പെൺകുട്ടിനെ കുഴിച്ചു മൂടിയ പരിസരല്ലേ അത്. ആൺകുട്ടിയിലേക്ക് ജനിക്കൽ വലിയ സന്തോഷം തന്നെയല്ലേ. പക്ഷെ ഈ വിഷയമൊന്നും അയാള് കേട്ടില്ല. ഭാര്യ പ്രസവിച്ചതും കുട്ടിയൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല. അയാളെ കൽവിൽ ആദ്യം തന്നെ തട്ടിയത് എന്താണ്? ആദ്യം വിളിച്ച വിളിയില്ലയോ, അമീറുൽ മുഅ്മിനീൻ എന്നല്ലേ വിളിച്ചത്. 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. കിസ്റയും കൈസറും കേട്ടാൽ പൊടി തോന്നുന്ന ഇബ്ലീസ് ഡയറക്റ്റ് വരാൻ മടി കാണിക്കുന്നു. തങ്ങൾ വിശേഷണം പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. ആ ഉമറാണോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്? വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണിക്കുകയായിരിക്കും. ആ ഉമറെ സംബന്ധിച്ചാണ് കുറ്റം പറഞ്ഞത്. തല പോയത് തന്നെ, കൈവറച്ചു പോയി, പാത്രം താഴെ വീണുപോയി, റൊട്ടി മണ്ണിലായി പോയി. അല്ലാഹ്, കാല് പിടിക്കാൻ വന്ന് കരയാണ്, നിലവിരിക്കാണ്, നിലത്ത് കുത്തിയിരുന്ന് കരയാണ്. അമീറുൽ മുഅ്മിനീൻ ആളറിയാതെ അബദ്ധം പറഞ്ഞു പോയതാണ്. മാപ്പാക്കണേ, ശിക്ഷിക്കരുതേ. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യന്റെ തോളത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ്. താഴെ വീണ റൊട്ടി മണ്ണ് ശരിയാക്കിയിട്ട് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. കയ്യിൽ പിടിപ്പിച്ചിട്ട് പറയുന്നു, കഴിക്കൂ സഹോദര, കഴിക്കൂ. നീ കരയണ്ട, നീ ഭയപ്പെടണ്ട. നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്, ഞാൻ നിന്നോടാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി ഉമർ ഇബ്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായി ഈ നാട്ടിൽ എത്ര മഹാന്മാരായ സ്വഹാബികൾ മുത്തുനബിന്റെ അനുയായികളായിട്ടുണ്ടായിട്ട് പാവപ്പെട്ട ഉമറിന്റെ തലയിലാണ് അല്ലാഹു തആല അധികാരം നൽകിയത്. ഞാൻ ഇന്ന് മദീനയിൽ എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ പ്രസവം കൊണ്ട് നിന്റെ ഭാര്യയും വിഷമം കൊണ്ട് വിശപ്പ് കൊണ്ട് നീയും ഇവിടെ നിന്ന് പട്ടിണി കിടന്ന് വിഷമിക്കുകയും ചെയ്താൽ നാളെ ആഖിറത്തിൽ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എന്ത് സമാധാനം പറയുമെന്ന് പേടിച്ച് കരയേണ്ടവൻ ഞാനാണ്, കരയേണ്ടവൻ ഞാനാണ്, കരയേണ്ടവൻ ഞാനാണ്. നീ കരയണ്ട. ആവശ്യമുള്ള റൊട്ടി ഇട്ട് കൊടുത്തു, ഭാര്യക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുത്തു. സ്വന്തം ഭാര്യയും കൂട്ടി മദീനത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സഹോദരാ, നേരം വെളുത്താൽ കുട്ടിയെയും ഭാര്യയും കൂട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ. നീ മദീനയിലേക്ക് റേഷൻ വാങ്ങാൻ വരണ്ട. നിനക്കും ഭാര്യക്കും ആവശ്യമുള്ള റേഷൻ വീട്ടിലെത്തിക്കാൻ ഏർപ്പാട് ചെയ്യാം. സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയ ഇസ്ലാമിന്റെ നന്മയാണ്. ആ നന്മയുടെ യഥാർത്ഥ മുഖമാണ് ഈ കാണുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. 40ാമത്തെ മെമ്പറായി ദീനിൽ വരുന്നതിന് മുമ്പേ എല്ലാ തമ്മാടിത്തങ്ങൾക്കും മക്കയിൽ നേതൃത്വം നൽകിയ എല്ലാ പോക്കിരികൾക്കും പേടിക്കോ സ്വപ്നമായിരുന്ന എല്ലാ തിന്മകളുടെയും വലിയ മനുഷ്യരൂപമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമാകുന്ന നന്മ, അല്ലാഹുവിന്റെ ഹബീബാകുന്ന ഏറ്റവും വലിയ ദാഴി സംസ്കരിച്ച കോലം കണ്ടു. ഇസ്ലാം നമ്മിൽ പരിവർത്തനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഇസ്ലാം നമുക്ക് മാറ്റം നൽകുന്നില്ലെങ്കിൽ, ഇസ്ലാം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നില്ലെങ്കിൽ എവിടെയോ ഈമാനിൽ ഒരു ചെറിയ തകരാറ് സംഭവിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഇസ്ലാം എന്ത് പറഞ്ഞു എന്ന് എല്ലാ സമയത്തും